സംസ്ഥാനത്തിൻ്റെ IAS പോസ്റ്റിംഗ് വീണ്ടും മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബി അശോക് ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതി നല്ല നികുതി പരിഷ്കാരത്തെക്കുറിച്ചും ശമ്പള പരിപാടികളെക്കുറിച്ച് ശമ്പളം പലപ്പോഴും ശമ്പളം കൂടുതൽ എന്നുള്ളതല്ല, ശമ്പളം കൊടുക്കുന്നതിനുള്ള മറ്റ് മാർഗങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ ബി അശോകിന് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇനി KR ജ്യോതിലാൽ പിന്നെ ചീഫ് സെക്രട്ടറി ആയി പോവുകയും, കാര്യം വിശ്വനാഥ് സിംഗ് ചീഫ് സെക്രട്ടറി ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. രചന ഷായ് ആയിരിക്കും കേന്ദ്രത്തിൽ നിന്ന് വരേണ്ട ഒരാൾ, അവർ വരുന്നില്ല എന്ന് കേൾക്കുന്നു. മനോഹർ ജോഷിയാണ് മറ്റ് വരേണ്ട ഒരാൾ, അദ്ദേഹവും വരുന്നില്ല കേൾക്കുന്നു. പിന്നെ വിശ്വനാഥ് സിൻഹയാണ് ഇവിടെ ഉണ്ടായിരുന്ന സീനിയർ ആൾ, ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറി. പക്ഷെ അദ്ദേഹത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അദ്ദേഹം ഗവൺമെൻറ്റുമായി ഒരു നല്ല ടേംസിലല്ല, ചില ബാഡ് മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുത്താൻ എങ്ങനെയായാലും KR ജ്യോതിലാൽ IAS ആണ് സാധ്യതയെന്നാണ് നമുക്ക് 2-3 ദിവസത്തിനകത്ത് അറിയാം, ഒരാഴ്ചക്കകത്ത് അറിയാൻ പറ്റും. അങ്ങനെ അദ്ദേഹം മാറിയാൽ സ്വാഭാവികമായിട്ടൊരു ഷഫിളിംഗ് വരും. ആ ഷഫിളിങ്ങിൽ ധനകാര്യ വകുപ്പിലോ ആഭ്യന്തര വകുപ്പിലോ ഡോക്ടർ ബി അശോക് വരാൻ സാധ്യതയുണ്ട്. ധനകാര്യ വകുപ്പിലാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിഷ്കാരങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. സാലറിയും റവന്യൂവും നോൺ റവന്യൂ ആയിട്ടുള്ള പരിപാടികളും അതുപോലെ റവന്യൂ റിക്കവറിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ധനകാര്യ മാനേജ്മെൻറ്റാണ് കേരളത്തിൽ നടന്നു പോകുന്നത്. കൃത്യമായ പിരിവ് പിരിക്കാറില്ല, ടാക്സ് പിരിച്ചെടുക്കാറില്ല, പിന്നെ ടാക്സ് ഏർപ്പെടുത്തേണ്ട മേഖലയിൽ ഏർപ്പെടുത്താറില്ല, ഏർപ്പെടുത്തിക്കൂടാത്ത മേഖലയിൽ ഏർപ്പെടുത്തും, ജനക്ഷേമം നടത്തേണ്ട സ്ഥലത്ത് ക്ഷേമം നടക്കുന്നില്ല, അതിൻ്റെ ഗുണം കിട്ടുന്നത് വേറെ ചില ടീമിനാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അധിക ഭാഗം വരികയും എന്നാൽ പിരിച്ചെടുക്കേണ്ടവരിൽ നിന്ന് പണം പിരിച്ചെടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ നടപടികളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ ഈ പെർഫോമൻസ് എന്ന് പറയുന്ന ഇൻഡെക്സ് വേണമെന്ന് പലപ്പോഴും ഒരു വലിയ ചിന്തയാണത്. അപ്പോൾ പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ സംവിധാനത്തെ കുറേ കൂടി മെച്ചപ്പെടുത്താനും ഒരു ബെനിഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല, നമ്മൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് വേറെ, ബെനിഫിറ്റ് ഓറിയൻറ്റഡ് വേറെ, ബെനിഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാധ്യത, ലയബിലിറ്റി ഓറിയൻറ്റഡ് ആവാത്ത, സർക്കാർ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഇങ്ങനെ പൊതുമേഖലയെന്നും സർക്കാർ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ തീറ്റിപ്പോറ്റുന്ന സംവിധാനത്തിൽ നിന്ന് ലയബിലിറ്റി ബോർഡറിൽ നിന്ന് മാറി ഒരു ബെനിഫിറ്റ് ബോർഡറിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ള, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകാനുള്ള വളരെ നല്ല മനോഹരമായ ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് മിഷനുകൾ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഡോക്ടർ ബി അശോകിനെ പോലെയുള്ളവരും പ്രശാന്തിനെ പോലെയുള്ളവർക്കുമെല്ലാം വലിയ സ്പേസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വലിയ ഒരു അന്വേഷണമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ടാക്സ് കളക്ഷൻ്റെ കാര്യത്തിൽ, കിഫ്ബിയെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റ് ഞാൻ പറഞ്ഞ റവന്യൂ, നോൺ റവന്യൂ, റവന്യൂ റിക്കവറി, ഇങ്ങനെയുള്ള മേഖലകളിൽ, അങ്ങനെ ഓരോ മേഖലകളിലും വളരെ കൃത്യമായ പ്രോജക്റ്റുകളും ആശയങ്ങളുമാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കുന്ന ആശയങ്ങളിൽ ഡോക്ടർ ബി അശോക് പലപ്പോഴും പറയാറുള്ളൊരു സമൂഹമുണ്ട്. അദ്ദേഹം ചൈനയെക്കുറിച്ചും ജപ്പാനെക്കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പുതിയ ഒരു കേരളത്തെ, ഒരു പുതിയുഗ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് വരുന്നത്. ഈ ചിന്തകൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അമിതമായ ഭാരം ജനങ്ങൾക്ക് കൊടുക്കലല്ല, അതേസമയം ജനങ്ങളിൽ നിന്ന് കൃത്യമായി ടാക്സ് അടയ്ക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പൗരധർമ്മത്തിൻ്റെയും പൗരബോധത്തിൻ്റെയും ഭാഗമാക്കി കൊണ്ടുവന്നുകൊണ്ട് വളരെ കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് സ്റ്റേറ്റ് പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള നല്ല ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ വിഷനുള്ള, കാണാൻ സൗന്ദര്യമല്ല ഈ പറയുന്നത്, വിഷണറിമാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കീ പോസ്റ്റുകളിൽ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പ്രോജക്റ്റുകൾ സംസ്ഥാനത്ത് വിഷ്വലൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് തുറമുഖമുണ്ട്, വിമാനത്താവളങ്ങളുണ്ട്, നല്ല ജലപാതയുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നല്ല ജലപാതയുണ്ട്. ഇതുവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തൊരു മേഖലയാണ്. അതുപോലെ തന്നെ നല്ല പശ്ചിമഘട്ട വികസനം എന്ന് പറയും പോലെ നല്ല ബയോഡൈവേഴ്സിറ്റി ഇവിടെയുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മറ്റ് സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കുന്നിടിച്ച്, മലയിടിച്ച്, മല വെട്ടിക്കളഞ്ഞ്, പുഴ നികത്തി, നദി നശിപ്പിച്ച്, മാലിന്യപ്പെടുത്തി കളയുകയല്ല ചെയ്യേണ്ടത്. ഇത് നാച്ചർ ബേസ്ഡ് ആയിട്ടുള്ള, എൻവയോൺമെൻറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള, മൂല്യവസ്തുക്കളെ ഉണ്ടാക്കുന്ന, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന പുതിയൊരു കേരളത്തെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെ ഒരു കേരളം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും ഒക്കെ, പെൻഷൻകാർ വലിയൊരു വിഭാഗമാണ്, അവരെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സിൽ, ഈ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ പെൻഷൻകാരെ കൂടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതും ഗവൺമെൻറ് ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആയുർദൈർഘ്യം വളരെ കൂടുതലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സേവനമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ കേരളത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ബി അശോകനെ പോലെയുള്ളവർക്ക് അതിനകത്ത് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു തസ്തികയിൽ സാങ്കേതികമായി കൊണ്ടിരുത്തുകയല്ല ചെയ്യേണ്ടത്.
സീനിയാരിറ്റിയും സാങ്കേതികതയൊക്കെ മറികടന്ന് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും. അങ്ങനെ ചെയ്താൽ മാത്രമേ സ്റ്റേറ്റിന് ഗുണകരമായി വരികയുള്ളൂ. ഞാൻ ആരെങ്കിലും ഒരു വ്യക്തിയെ എടുത്ത് എവിടെയെങ്കിലും വയ്ക്കണമെന്നോ സീനിയാരിറ്റി കളയണമെന്നോ അല്ലെങ്കിൽ ഹൈറാർക്കി നോക്കരുതോ ഒന്നുമല്ല പറഞ്ഞത്. നമ്മുടെ സ്റ്റേറ്റിൽ വളരെ കൃത്യമായ ഒരു 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 വിഷൻ സ്റ്റേറ്റിനുണ്ടാവണം. അത് നടപ്പിലാക്കാനുള്ള ഒരു മിഷനും വളരെ വളരെ അടിയന്തരമാണ്. അതിനുള്ളൊരു കലണ്ടറും നമുക്കുണ്ടാവണം. അപ്പോൾ ഒരു മിഷൻ, ഒരു വിഷൻ, അതിനനുസരിച്ചൊരു മിഷൻ, ആ മിഷനനുസരിച്ചുള്ള ഒരു കലണ്ടറും ഒരു മോണിറ്ററി സിസ്റ്റവും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും.